ഇവരെ പോലെ ആവണമെന്നൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ. ഇതൊക്കെ എന്ത് വലുതാവുമ്പോ അലനാവണമെന്നാണ് എന്റെ ആഗ്രഹം. നമ്മൾ നാലുപേരും ഒരുമിച്ചുള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു കുറച്ച് ഫ്രീ ആയിരുന്നു എല്ലാം ചെയ്യും. കാരണം നമുക്ക് നമ്മളെ അറിയാം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ? അനന്തേട്ടൻ നല്ലായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ തന്നെയുള്ള വെയിറ്റിംഗിലാണ്. ഫൈറ്റ് സീനിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ടായി? മാച്ച് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മളെ തലയൊക്കെ ഇടിച്ച് ഹോസ്പിറ്റലൊക്കെ പോയി. പരിക്ക് പറ്റിയിട്ടും പുള്ളി കട്ട് പറയുന്ന പോലെ ക്യാരക്ടർ പോയില്ലേ? വീട്ടിലൊക്കെ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. സിനിമയിൽ എത്തിയതും അങ്ങനെ ഒരു പ്ലാനോടെ അല്ല എത്തിയത്. വീട്ടുകാർ നീ അത് ചെയ്യ് ഇത് ചെയ്യുന്ന പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്ന് ഇരിക്കുമെന്ന്. അവരെനിക്ക് എൻ്റെ മേലൊരു പ്രഷർ തരാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റിയത്. ഞങ്ങളെ അവർക്ക് ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ട് മാത്രമാണ്. നമസ്കാരം, വെൽക്കം ടു ജംഗിൾ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്, വാഴ 2. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ വിശേഷം പറയാൻ നമ്മുടെ ടീം മൊത്തം നമ്മുടെ കൂടെയുണ്ട്. ശബരി, അലൻ, അജിൻ, വേദ. വെൽക്കം ടു യുവർ ഷോ. ഹായ് ബ്രോ. ഹായ്. സന്തോഷം, ഒരുപാട് സന്തോഷം എല്ലാവരും ഇവിടെ കിട്ടിയത്. സന്തോഷം. താങ്ക് യു. നമ്മുടെ വാഴ 2 ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമുക്കിങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ട് സെക്കൻഡ് ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രതീക്ഷയിലിരിക്കും എല്ലാവരും. വിപിൻ ദാസേട്ടൻ അത്യാവശ്യം പണിയെടുപ്പിച്ചു നിങ്ങളെ കൊണ്ട്? പുള്ളി ഭയങ്കര ഫ്രീഡം. നമുക്ക് ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്. നമുക്കൊരു കാര്യം പറയാനായാലും പുള്ളി നമ്മൾക്ക് നിൽക്കുന്ന രീതി ആയാലും ഒരു അനിയൻ ചേട്ടൻ ബന്ധമാണ്. എന്തും സജഷനൊക്കെ ചോദിക്കാം. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കാരും ഒരുപാട് മൂവീസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ പുള്ളി ഞങ്ങൾക്ക് നിൽക്കുന്ന രീതി, അതായത് എന്തുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാം. ചേട്ടൻ ഇങ്ങോട്ട് തിരുത്തി കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഒരു സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക് ഇടയിൽ. ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് അത് നല്ലപോലെ പടത്തിനെ എഫക്ട് ചെയ്യും. നമുക്ക് പടം കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ആൾക്കാർക്ക് എത്തിക്കാനുള്ള ഒരു ഇത് വരും. ഓക്കെ, എങ്ങനെയുണ്ട് ബ്രോന്റെ ക്യാരക്ടർ? എങ്ങനെയുണ്ട്? എന്റെ ക്യാരക്ടർ ഏത് മൂടാ പിടിച്ചാണ്? അത് പറയാൻ പറ്റാത്ത സത്യം പറഞ്ഞാൽ. അതെ, പുറത്ത് പറയാൻ പറ്റില്ല. പടമായിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കി. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാരും പടം കണ്ടിട്ടില്ല. നമ്മളാരും കണ്ടിട്ടില്ല. ഡബ് ചെയ്ത പോസ്റ്റ് മാത്രമേ. രസമാണ് ബ്രോ. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ തന്നെയുള്ള വെയിറ്റിംഗിലാണ്. അപ്പൊ ഒരു പുത്തും കിട്ടും. കാണുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഓഡിയൻസിന് കിട്ടുന്ന അതേ സാധനം തന്നെ വേണം, കിട്ടും. അത് വേണം. ഓ, നൈസ് നൈസ്. ശബരി ബ്രോ, എന്താണ് ശബരി അധികം സംസാരിക്കില്ല? നല്ല ചോദ്യം ചോദിച്ചാൽ നല്ല രീതിയിൽ മറുപടി, നല്ല രീതിയിൽ സംസാരിക്കും. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു നല്ല കുട്ടി ഉണ്ടാവില്ലേ, അങ്ങനെ. അത് ഓക്കെ. അല്ലേ ശബരി ബ്രോ, എന്താണ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് പുള്ളിയെ 4 ലക്ഷം കാര്യം നമ്മൾ ഒരേ നാട്ടുകാരാണ്. അവർക്കത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എവിടെ കട്ട് ചെയ്യണം. ഓക്കെ, ഞങ്ങള് ഒരേ നാട്ടുകാരാണ്. അപ്പൊ എനിക്ക് മീറ്റർ കുറച്ചതല്ല. ഓക്കെ, ചെറുതിലോട്ട് അറിയാം. ഇവരെയൊക്കെ വർക്കിലുള്ളതാണെങ്കിലും ഇവിടെ വന്ന് വർക്ക്ഷോപ്പിന് വന്നാണ് നല്ല കമ്പനിയാണ്. ചെറുതിലെ നാട്ടില് ഇവരെ കാണുമ്പോ ഇവരെ പോലെ ആവണമെന്നൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ? ചെറുതിലെ പുള്ളി ഈ ഫീൽഡിലൊന്നും ഉള്ളതല്ല. പുള്ളി ഫുട്ബോൾ കളിക്കുന്നു. പുള്ളിയെ പോലെ ഫുട്ബോൾ കളിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടാ അറിഞ്ഞിട്ടില്ല, ബ്രോവിൽ അറിഞ്ഞിട്ടില്ല. അറിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? വലുതാവുമ്പോ അലനാവണമെന്നാണ് എന്റെ ആഗ്രഹം. മറ്റേ പടത്തില് കുട്ടേട്ടന്റെ ഒരു ഫോട്ടോ വരും പെൻസിലൊക്കെ. ഫുട്ബോൾ ഞങ്ങൾ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കളിക്കുമായിരുന്നു. അപ്പൊ പുള്ളി കളിക്കുന്നത് അതേ ഉള്ളൂ. ഇവരൊക്കെ ഇവിടെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഒരുപാട് പുതിയ ബന്ധങ്ങളൊക്കെ കിട്ടി. അടിപൊളിയായിരുന്നു. ഓക്കെ, സിനിമ മാത്രമല്ല അതിന്റെ ഇടയിൽ കൂടി നല്ലൊരു ഫാമിലി, പുതിയൊരു ഫാമിലി നമ്മൾ സെറ്റാക്കി എടുത്തല്ലേ? ഓക്കെ, അടിപൊളി. ബ്രോ, അജിൻ ബ്രോ. അജിൻ ബ്രോ, എവിടെയൊക്കെ ഈ ഫേസ് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയോ പ്രശസ്തരായ ഏതോ ആൾക്കാരുടെ ഫേസ് ഉണ്ട്. പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഒരുപാട്
താങ്ക്സ്. ആരൊക്കെ പോലെ അല്ലേ നമ്മുടെ ഉണ്ണിച്ചേർന്ന പോലെ അവന്റെ പൂച്ചക്കനുള്ള ഉണ്ണിയില്ലേ അതെ അതെ പുള്ളിയെ പോലെയാണ്. പിന്നെ പോലെയുണ്ട് ദൃശ്യത്തിലെ വരുൺ വരുൺ പുള്ളിയെ പോലെയാണെന്ന് പറയാം. എന്തായാലും അടിപൊളി നന്നായിരിക്കട്ടെ. ഏപ്രിൽ 2 എന്റെ 2 പടം ഇറങ്ങുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ 4 പേരും ഒരുമിച്ചുള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു കുറച്ച് ഫ്രീ ആയിരുന്നു എല്ലാം ചെയ്യും. കാരണം നമുക്ക് നമ്മളെ അറിയാം, അപ്പം കുറച്ച് ബെറ്റർ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പം സീനിയർ ആർട്ടിസ്റ്റ് ആയാലും അവർ നമ്മളോട് നിൽക്കുന്ന പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ആളുകളാണ്. അപ്പം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവർ അത്രയും സീനിയർ ആയിട്ടുള്ള അത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് അവരുമായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്റെ ചേട്ടനായിട്ട് അഭിനയിച്ച ദേവരാജ് എന്ന് പറഞ്ഞ യുറേക്ക വോയിസിൽ അവനായിരുന്നു. ഭയങ്കര ബോണ്ടാണ് അവര്. അപ്പം അവനായാലും അവൻ അതായത് നമ്മളെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഒരാളോട് അഭിനയിക്കുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്കും കിട്ടിയായിരുന്നു. ഓക്കെ, ഇനി ബാക്കി വിശേഷത്തിൽ വരും ഒരാളും കൂടി ഏതാ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്നെ സെറ്റിലുള്ള ഏറ്റവും ചെറിയ കുട്ടിയായതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എല്ലാവർക്കും കളിയാക്കാൻ വേണ്ടി ഉള്ള ഒരാളായിരുന്നു. കൊച്ചുകുട്ടി എട്ടിലേക്ക്. ഓ, എല്ലാരും കളിയാക്കണോ അത്യാവശ്യം? എന്ത് അല്ല, എല്ലാരും കളിയാക്കാൻ കയറ്റാൻ വേണ്ടി ചേർന്നുകൊണ്ട് എല്ലാവരും കളിയാക്ക് മാത്രം ചെയ്യുള്ളൂ. എന്തിനാ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്? വെറുതെ ഞാൻ ചെറിയ ചെറിയ കാര്യം പെട്ടെന്ന് കരയും. ചെറിയ കാര്യം ഇന്നങ്ങനെ ഡയറക്ടർ സാറൊക്കെ വെറുതെ കളിയാക്കും. എന്നിട്ട് കളിയാക്കിയിട്ട് ഞാൻ ശരിക്കും സീരിയസ് ആക്കി എടുക്കും. എന്നിട്ട് ഇതിലൊരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ വന്നിട്ട് പറയും, സവിൻ ബ്രോ വന്നിട്ട് പറയും, ഇതിലൊരു ഭാഗമുണ്ട് മുട്ട അടിക്കണം, മുടി ഫുള്ള് നീ കളയണം. ആദ്യം തമാശയാണെന്നുള്ള രീതിയിൽ ഇരുന്ന് പിന്നെ അച്ഛനും കൂടെ അങ്ങ് ഏറ്റുപിടിച്ചു, സിനിമയല്ലേ നമുക്കത് ചെയ്തല്ലേ പറ്റും, നീ മുട്ട അടി കയ്യിൽ നിന്ന് പോയി കരച്ചല്. അങ്ങനൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴേ കളിയാക്കി അപ്പൊ കരയും. വീട്ടിലാരാ ഏറ്റവും കൂടുതൽ കളിയാക്കാറ്? പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടിപൊളി. ഇതിലിപ്പോ നിങ്ങള് സിനിമയിലേക്ക് വരുമ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എല്ലാം ചെയ്യാൻ. നമ്മുടെ എല്ലാവരും ഒരു ഡ്രീം ആണല്ലോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേരുടെ ഇതില് നമ്മളെന്തും 100% കൊടുക്കാനാണ് ശ്രമിക്കുക മാക്സിമം. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഇതിന്റെ ഫൈറ്റ് സീനിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ടായി? ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഫൈറ്റ് ഇത്തിരി അത്യാവശ്യം മെനക്കെട്ടുണ്ട് നല്ല രീതിയിൽ. കുറച്ച് സിനിമാറ്റിക് ഫൈറ്റ് അല്ല, ഭയങ്കര ഒരു സ്കൂൾ പിള്ളേരുടെ അടി രീതിയിലെടുത്തതാണ്. അപ്പം നേരത്തെ ഒരുപാട് ഇന്റർവ്യൂസിൽ സുധീഷ് ചേട്ടനും അജി ചേട്ടനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അവര് പറഞ്ഞുകൊണ്ടാണ് ഞാനും പറയുന്നത് കേട്ടോ. അല്ല, ഇത് ഓൾറെഡി ഒരു 4 ദിവസം മുമ്പ് ബിജുക്കുട്ടൻ ചേട്ടനെ വേറൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. അത് ബിജുക്കുട്ടൻ ചേട്ടൻ പറഞ്ഞു, പിള്ളേർക്ക് റോപ്പൊന്നും വേണ്ട, പറഞ്ഞ കാലി പിടിച്ചൊക്കെ ഇങ്ങനെ അടിക്കണേ. ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് മാച്ച് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മളെ തലയൊക്കെ ഇടിച്ച് ഹോസ്പിറ്റലൊക്കെ പോയി. എവന്റെ സ്റ്റെപ്പിൽ കയറി ഇടിച്ച് തല ഇടിച്ച്, എന്റെ തലയിടിച്ച്, വിനായകന്റെ നഖമുള്ള ഇതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ബ്രോ പുള്ളി ആദ്യത്തെ നമ്മള് സിനിമാറ്റിക് ഫൈറ്റ് മെറ്റീരിയലാണ് എടുത്തത്. അപ്പം വിപിൻ ചേട്ടൻ കണ്ടിട്ട് വിപിൻ ചേട്ടൻ വർക്കായില്ല. സിനിമയ്ക്ക് നമ്മളെ സിനിമയ്ക്ക് അതല്ല വേണ്ടതല്ല, സിനിമാറ്റിക് കുറച്ചും കൂടി ലൈവാണ്. അപ്പം വിപിൻ ചേട്ടൻ അടുത്ത ദിവസം കലി മാസ്റ്റർ ആയിരുന്നു കൊറിയയിൽ. അപ്പൊ പറഞ്ഞ ഇതല്ല വേണ്ടത്, കുറച്ചുകൂടെ നമുക്ക് റോ ആയിട്ട് പിള്ളേരുടെ അടിയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ മാറ്റി ഫുള്ള് അഴിച്ചു പണിഞ്ഞ് നമ്മളൊക്കെ 4 പേർക്ക് 4 രീതിയിലുള്ള ഫൈറ്റിലാക്കി. പിന്നെ പരിക്കുകൾ കൂടി മറ്റൊരാളെ അങ്ങനെ പരിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രോ. ഇതില് പിന്നെ ജൂനിയേഴ്സിലല്ല ഈ കൊറിയോഗ്രാഫർ കൂടെ വരില്ലേ, മാസ്റ്ററിന്റെ കൂടെ വരുന്ന അസിസ്റ്റൻസ് അവരും ഉണ്ട്, അല്ലാണ്ട് വരുന്ന ആർട്ടിസ്റ്റുകളും കൂടെ ചെയ്യും. അപ്പൊ അവർക്ക് ചിലപ്പോൾ ടൈമിംഗ് തെറ്റിപ്പോ ഇവർക്ക് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് 2-3 അടി മാറി കിട്ടിയിട്ടുണ്ട്. എവിടെ തലയ്ക്ക് അടി മാറി, ഐ മീൻ അവർക്ക് തെറ്റിപ്പോയി. അങ്ങനെ ഇതായിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട രീതിയിൽ നല്ല സീനായി പോയി. എനിക്ക് 2-3 സെക്കൻഡ് ബ്ലാക്ക് ഔട്ട്. എവിടെയെങ്കിലും പോയി ഇടിച്ചു തല ഒന്ന് സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് ഒന്നും ഇതല്ല,
ഒന്നും പൂശിയിട്ട് Art അല്ലെങ്കിൽ അല്ല. ശരിക്കുള്ള ഒറിജിനൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള എല്ലാം അത് മാക്സിമം എഫേർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷകരെ കണ്ടിട്ട് അതിനെ ബാക്കി വിലയിരുത്തട്ടെ പറയാം. എന്ന് തീർച്ചയായിട്ടും പറയുന്നത് വേറെ നമുക്ക് ഹൈ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതല്ലേ അല്ല നമ്മളിതിപ്പോ പറയുന്നതിൽ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചാണ്. ഇത്രയും നിങ്ങൾ ജീവൻ കൊടുത്ത് നിങ്ങൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അതെ, പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ പുള്ളി കലൈ മാസ്റ്റർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് വേറൊരു രീതിയിലാണ്. പക്ഷെ ഇത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇതൊരു പരീക്ഷണമാണ്. എനിക്ക് അടുത്ത പടത്തിന്റെ റെഫറൻസ് ഞാൻ നിങ്ങളുടെ ഇതായിരിക്കും കാണിച്ചു കൊടുക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എന്തായാലും അടിപൊളി. ബ്രോയ്ക്കും ഇതുപോലെ തന്നെ ഇങ്ങനെ തലക്കടിയിട്ട് ഇങ്ങനെ കൈയും ഷോൾഡറും. അത് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അത് സ്പോയിലർ ആയി. ഫൈറ്റിന്റെ ഒരു കൊറിയ പറഞ്ഞ അങ്ങനെ തലക്കടിയിട്ട്. ഓക്കെ 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 ഓക്കെ. നമ്മൾ കാണും, കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അതിലാണപ്പോ ആ ബ്രോയ്ക്ക്. അല്ല, എനിക്ക് തലക്കടിയിട്ടെന്ന് എനിക്ക് അതിലുണ്ടെന്ന് തോന്നുന്നു. എവന്റെ ഉണ്ട് ഉണ്ടല്ലേ? എന്റെ അത് കറക്റ്റ് റിയാക്ഷനും കിട്ടി. അടി കിട്ടുമ്പോൾ നമുക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. പക്ഷെ പരിക്കുപറ്റിയിട്ടും പുള്ളി കട്ട് പറയുന്നവരെ പുള്ളി ഒരു ക്യാരക്ടർ പോയില്ലേ കട്ട് പറയാനുള്ള അതിനൊന്നും കിട്ടിയില്ല. അടുത്ത അടി ക്യാരക്ടർ പിടിച്ചല്ല ബോധം പോയത്. അതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. എന്തായാലും രക്തം കണ്ടാ തുറക്കും. ഈ നമ്മുടെ എല്ലാ ഒറിജിനൽ ഒരു ഇടി അടക്കുമ്പോ കൂട്ടത്തിലൊരുത്തന്നെ എല്ലാത്തിനും ഒളിഞ്ഞു മാറിയിരിക്കൂലേ, നൈസായിട്ട് ന്യൂട്രൽ പിടിച്ച് നിൽക്കൂലേ? അങ്ങനെ ഇടി കൊള്ളാതെ രക്ഷപ്പെട്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ല, നമ്മൾ 4 പേര് ഫൈറ്റിന്റെ കാര്യമാണ്. പേഴ്സണൽ ലൈഫ് ആയിട്ടാണ് ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ് ഒറിജിനൽ ഇല്ല ബ്രോ. അത് അങ്ങനെ എല്ലാവർക്കും ഒരു സാധ്യത ഇതിലില്ല. പൊതിഞ്ഞ് അല്ലേ? നമുക്ക് പിന്നെ ഞങ്ങൾക്ക് 4 പേർക്കും കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പടം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ നിൽക്കൂല. ആ എഫേർട്ട് ഇട്ട് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു തോന്നല് ഉണ്ട്. പിന്നെ എപ്പോഴും ഓരോ കട്ട് പറയുമ്പോഴും ഡയറക്ടർ ബ്രോ, സവിൻ ബ്രോ നമ്മളടുത്ത് വരൂല, പേടിച്ചിരിക്കും. പോലെ പറ്റിയ ആ 5 ദിവസം ഞങ്ങളടുത്ത് വന്നിട്ടില്ല, പേടിച്ചിട്ട്. ആൾക്ക് പേടി പറഞ്ഞായിരുന്നു. ഓക്കെ, എന്തായാലും വേദക്കുട്ടി ഒരു അനിയത്തി കുട്ടിയായിട്ടാണ് നിന്നേക്കുന്നത്. ശരിക്ക് ഒറിജിനൽ ആയിട്ട് ചേട്ടൻ ഉണ്ടോ വീട്ടില്? ഇല്ലല്ല, അനിയത്തിയല്ല. അനിയത്തിയാണല്ലേ? എനിക്ക് ചേട്ടനോ ചേച്ചിയോ വേണം നല്ല ആഗ്രഹം സിനിമയില്. അപ്പൊ ചേട്ടൻ കിട്ടി. ഇപ്പൊ ജീവിതത്തിൽ ഒരു ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്കൊരു കണക്ഷൻ വരും, ചേട്ടൻ്റെ അനിയത്തി കണക്ഷൻ വരും. അപ്പോഴാണല്ലോ അത് 100% ആവുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ? നല്ലായിരുന്നു. ഇല്ല, കറക്റ്റ് ചേട്ടൻ അവിടെയും വന്നിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കണക്ഷൻ? എങ്ങനെയുണ്ടായിരുന്നു? അലഞ്ചേട്ടൻ നല്ലായിരുന്നു. ഞങ്ങൾ എല്ലാം പോണ്ടേ. ഞാൻ ശരിക്കും സിനിമയിൽ വന്നപ്പോൾ ശരിക്കും സ്വഭാവമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ കൂടുതലും വർക്ക് ചെയ്ത അലഞ്ചേട്ടനോട് ആയിരുന്നു. അപ്പം ഇതായിരുന്നു നല്ല. അതായത് ബ്രോ വേറെ നമ്മൾ ഈ പടത്തില് കാണുന്ന പ്രേക്ഷകർക്ക് അത് അവര് റിയൽ അവർക്കൊരു ഫീല് വരണം. അത് അവന്റെ അനിയത്തിയാണെന്നുള്ളത്, അല്ലാതെ അഭിനയമല്ല വേണ്ട ആൾക്കാർക്ക്. കാണുന്നവർക്ക് അത് കുറച്ചുകൂടെ റിലേറ്റ് ആയിട്ട് ആ ഒരു ഞാനപ്പോ അവളുടെ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ആ പിടുത്തത്തിലൊരു അനിയത്തി ഫീൽ വരണം. അതുകൊണ്ട് അവൾക്ക് എനിക്ക് അങ്ങനെ, അതായത് അഭിനയിച്ചിരിക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവൾ സെറ്റ് വന്നപ്പോഴും ആ ഒരു ബോണ്ടായി. അതാണ് സിനിമയിലും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതില് ഏറ്റവും കൂടുതൽ ഈ സിനിമ കൊണ്ട് ലാഭം കിട്ടിയത് വേദക്കാണ്. ഒരുപാട് ചേട്ടന്മാരെ കിട്ടി. ഈ ഇരിക്കുന്നവർ മാത്രമല്ല, ആശ്രും വിനായകും മാത്രമല്ല, അവരൊക്കെ മിസ് ചെയ്യണ്ടോ അവിടെ നിന്ന് പോന്നു കഴിയുമ്പോ? ലാസ്റ്റ് ഡേ എല്ലാം മിസ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഡേ ശരിക്കും ചില ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ. വേറെല്ലാവരും നാട്ടിൽ പോയിരിക്കുന്നു. അപ്പൊ എന്റെ സീൻ മാത്രം എടുക്കാണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരും നാട്ടിൽ പോയി. അപ്പൊ ലാസ്റ്റ് ഡേ ഇപ്പൊ ചെറിയൊരു വിഷമായി. എന്നിട്ട് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലി വരെയായിരുന്നു. ആ ഒരു വലിയ അപ്പാർട്ട്മെന്റിലായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എല്ലാരും ഉണ്ടായിരുന്നു. എന്നും അങ്ങോട്ട് കാണും. ഒരു ശരിക്കും ഒരു ടൂർ പോയ പോലെ ആയിരുന്നല്ലേ എല്ലാവരും. ഇതെല്ലാം അടിപൊളി. ബ്രോ, ഇപ്പൊ നമ്മൾ ഇതിലേക്ക് എത്തുമ്പോ നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു ഡ്രീമാണ്. ഇപ്പോൾ നിങ്ങൾ ചെറിയ റിയാക്ഷൻ വീഡിയോസും അതുപോലെ നമ്മുടെ ഈ ചെറിയ റീൽ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം സിനിമ തന്നെയായിരുന്നു. എന്റെ ലക്ഷ്യം അല്ലായിരുന്നു. ബ്രോയ്ക്ക് നല്ലൊരു ലക്ഷ്യവും സിനിമയല്ല, സിനിമയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ എന്ത് എന്റർടൈൻ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഉള്ളൊരു ഇത് റീൽസ് ആയിട്ട് ഇട്ട് ഓഡിയൻസിനെ കാണിച്ചു. പിന്നെ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ആയി. പിന്നെ ആ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്തത്.
പിന്നെ പോകെ സിനിമയ്ക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമുക്കത് പറ്റുമല്ലോ ഒരു ഘട്ടം ആയപ്പോ പിന്നെ നമ്മള് പിന്നീടാണ്, അല്ലെങ്കിൽ സീരിയസ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയതല്ല. പിന്നീടാണ് നമുക്കിപ്പോ വാഴ 1 വന്നപ്പോഴത്തേക്കാണ് പിന്നീട് മോഹങ്ങൾ കൂടി. നമുക്ക് നല്ല പടങ്ങളൊക്കെ കിട്ടും, ചെയ്യാൻ പറ്റുമല്ലോ, സിനിമയിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമല്ലോ. റീൽ എന്ന് പറയുന്നത് ബ്രോ ഇപ്പം ഒരുപാട് പേർക്ക് ഒരു അവസരം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും നല്ല വൈഡാണ്. ശബരി ആയാലും അതെ, അപ്പൊ പണ്ടത്തെ കണക്കല്ല ബ്രോ. പണ്ടാണെങ്കിൽ നമുക്കിപ്പം സ്കൂൾ കലോത്സവ വേദിന്നോ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉത്സവങ്ങൾ വരും, നാടകത്തിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. പിന്നെ അല്ലാണ്ട് ഒരുപാട് പേരുണ്ട് ബ്രോ, സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ നമുക്ക് ബഹുമാനമാണ്. അപ്പൊ ഈ റീൽസ് എന്ന് പറയുന്ന ഒരു ഇങ്ങനെ വരാം എന്ന് നമ്മൾ കാണിച്ചു. ഫസ്റ്റ് ഇവരാണ് അതിനൊരു ട്രെൻഡ് കൊണ്ടുവന്നത്. അതെ, നമ്മുടെ കയ്യിലെ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ മേടിച്ച് തരല്ലേ. അപ്പൊ അല്ല, നമ്മള് മുന്നേ ഒക്കെ വന്നിട്ടുണ്ട്. മറ്റേ സിജു ഒക്കെ അങ്ങനെയാണ്. സിജു ബ്രോ ഇല്ലേ? ജോമോയ് അല്ല ഇല്ല, നമ്മളല്ല കേട്ടോ. ജോമോ, സിജു അവരൊക്കെ അങ്ങനെയാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നിങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്ക് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, കാര്യം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ള ഇതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്യുക. സിനിമയിലേക്ക് വരാൻ നല്ല നല്ല ടാലൻസ് വരട്ടെ. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് വരാനുണ്ട് ഇനിയും. എല്ലാവർക്കും ഒരു നിങ്ങൾ ഇത് കാര്യമായിട്ട് എടുക്കുമ്പോൾ, അതായത് കൊള്ളാം, ഇത് ഈ വഴി കൊള്ളാം, സിനിമയിൽ നമുക്ക് കോളുകൾ വരുന്നുണ്ട്, നമ്മളിത് കുറച്ചും കൂടി സീരിയസ് ആവണമെന്ന് വിചാരിച്ച ഒരു ടൈമില്ലേ, നമ്മുടെ ഇപ്പൊ ഈ റീലുകൾ അല്ലെങ്കിൽ ഇപ്പൊ റീല് നമ്മൾ ചെയ്തു തുടങ്ങി, അതും നിങ്ങൾ ആക്ടിങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല ഇത് തുടങ്ങി. റീൽ ഒരു സൈഡിൽ കൂടി നിങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കണ്ടേ. ഇതല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ? അത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ സിനിമയിൽ എത്തിയതും അങ്ങനെ ഒരു പ്ലാനോടെ അല്ല എത്തിയത്. എങ്ങനെയൊക്കെ അങ്ങ് എത്തിപ്പെട്ടതാണ്. പിന്നെ പ്ലാൻ വഴി പറയുകയാണെങ്കിൽ ഒന്നീ ദുബായിലല്ലോ ജോലി അല്ലെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്ത് നൽകും. നമ്മുടെ വീട്ടിലൊക്കെ സപ്പോർട്ടായിരുന്നോ നിങ്ങൾ റീലൊക്കെ ചെയ്ത് മുമ്പോട്ട്? അതായത് തുടക്ക സമയങ്ങളിൽ വീട്ടുകാർക്ക് അറിയില്ല എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. വീഡിയോസ് ചെയ്യുന്ന ഇവന്മാരെന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പം അപ്പോഴൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ബ്രോ. ഞാൻ BBA എടുത്തിട്ടും ഞാൻ BBA ആണ്. അതെടുത്തിട്ട് ഞാൻ പിന്നെ ജോലിക്കും കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു കാര്യത്തിന് UK ലെവലിലോ അബ്രോഡ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതൊന്നും നടക്കാതിരുന്നപ്പോഴാണ് വീഡിയോസ് ചെയ്തു പോയത്. അപ്പൊ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വീട്ടുകാർക്ക് അറിയില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഷർ വന്നിട്ടില്ല. ഇന്നത് ചെയ്യടാ പോടാ പഠിക്കാൻ പോടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോ ഇവിടെ വന്ന് ഇരിക്കുമെന്ന്. കാര്യം എന്നെ വീട്ടുകാർ നീ അത് ഇത് ചെയ്യുന്ന പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഇരിക്കുമെന്ന്. അവരെനിക്ക് എന്റെ മേലൊരു പ്രഷർ തരാത്തോണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റിയത്. ഞങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടോണ്ട്. നമ്മള് വീഡിയോ തുടങ്ങിയപ്പോ 5 പേരായിരുന്നു. പിന്നെ ഒരാൾക്ക് ആകാശ് എന്നാണ് ആളുടെ പേര്. അത് ഒരിക്കലും കുറ്റം പറയില്ല. കാരണം തുടക്ക സമയമായതുകൊണ്ട് അവൻ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും. ആൾക്ക് ഗൾഫിൽ പോവേണ്ട ഒരു വീട്ടിലെ സാഹചര്യം കൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ അവന് നമ്മളോട് ഇപ്പൊ ഉണ്ടായിരുന്നത്. അപ്പോ ആ ആഗ്രഹം പറയാറുണ്ട് വിളിച്ചിട്ട്, എടാ ഞാനും അവനുറപ്പായിട്ടും പടത്തില് നമ്മളിത് ചെയ്യുമ്പോൾ അവന് കാണുമ്പോ സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെ ആഗ്രഹമല്ലേ. അവന് ഭയങ്കര താല്പര്യത്തോടെ ഫീൽഡായിരുന്നു. ഒരുപാട് കഴിവുള്ളവരുണ്ട് ഇതുപോലെ. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രോയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ജസ്റ്റ് ഒരു ലോഡിങ് ചെയ്യുന്ന ചേട്ടനായിരിക്കാം, പക്ഷെ ഒഴിവ് സമയത്ത് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുണ്ടാവും. ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ സാഹചര്യങ്ങളാണ് വേറെ വഴിയിലേക്ക്. ഇപ്പൊ ബ്രോയുടെ കൂടെയുള്ള ആകാശം അതുപോലെ. ഇപ്പൊ ബ്രോയ്ക്ക് ഒരു ഹായ്, എന്തായാലും സെറ്റ് ആവട്ടെ, തിരിച്ചു വരട്ടെ. അവരാഗ്രഹം ഇതാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചിലേക്ക് വന്നിരിക്കും. എന്തായാലും ഇപ്പൊ നമ്മുടെ സിനിമ റിലീസിനെ എത്തുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ നമുക്ക് സമയം വളരെ കുറവുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും 100% നിങ്ങളുടെ എഫേർട്ട് എടുത്തൊരു സിനിമയാണ്. മാത്രമല്ല നിങ്ങൾ മാത്രമല്ല, ഇതിന്റെ പുറകിലൊരു ഉഗ്രൻ ടീം ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ ഞങ്ങൾ നേരിടുകയാണ് ഇത്ര നല്ലൊരു പ്രൊഡക്റ്റ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിന്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. അടുത്ത നമുക്ക് ഇതിന്റെ സക്സസ് പാർട്ടിക്ക് മീറ്റ് ചെയ്യാം. 1 ഹിറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു.